നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാല. ഇപ്പോൾ UDF നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുകയാണ് മാണി സി കാപ്പൻ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ചുവരെഴുത്ത് തുടങ്ങിയെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. പാലയോടൊപ്പം രാഷ്ട്രീയമായി വായിച്ചു പരിചയിച്ച പേരാണ് KM മാണി. 1967 മുതൽ 2019 വരെയുള്ള നീണ്ട കാലയളവിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച അതികായൻ കൂടിയാണ് KM മാണി. ഈ 2026 പാല തെരഞ്ഞെടുപ്പിനൊരുങ്ങുമ്പോൾ ജോസ് കെ മാണിയും മാണി സി കാപ്പനും നേർക്കുനേർ പോരിനിറങ്ങുകയാണ്. പാലായിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയമുറപ്പെന്നും മാണി സി കാപ്പൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. താൻ പ്രതിപക്ഷത്തായതിനാലാണ് പാലായിൽ വലിയ വികസനം നടത്താൻ സാധിക്കാതിരുന്നത്. ഭരണപക്ഷത്തിരുന്നപ്പോൾ 80 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ 1.5 വർഷം കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഇനിയും ഭരണപക്ഷത്തെത്തുമ്പോൾ പാലയുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പൂർത്തീകരിക്കാൻ സാധിക്കാത്ത പല വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുമെന്നും ജോസ് കെ മാണി വന്നാൽ ഇനി UDF എടുക്കില്ലെന്നും മാണി സി കാപ്പൻ തുറന്നടിക്കുകയാണ്. അതേസമയം പാലായിൽ മത്സരിക്കാനായി ജോസ് കെ മാണി എത്തിയാൽ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന ആശങ്കയാണ് ഇതോടെ മാണി സി കാപ്പന് ഇല്ലാതാകുന്നത്. കാപ്പനായി ചുമരെഴുത്തുകൾ ഉടൻ തന്നെ നിയോജക മണ്ഡലത്തിൽ ആരംഭിക്കും. LDF-നായി ജോസ് കെ മാണിയും BJP സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജും തിരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങും. വാശിയേറിയ ത്രികോണ മത്സരത്തിനായിരിക്കും പാല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പാലായിലെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും 3 സ്ഥാനാർത്ഥികളും പ്രചാരണ വിഷയമാക്കുക. 2019 മുതൽ പാലായിൽ നിന്നുള്ള നിയമസഭാംഗവും നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരള പാർട്ടിയുടെ സ്ഥാപക അംഗവുമാണ് മാണി സി കാപ്പൻ. മാണി സി കാപ്പൻ കോളേജ് പഠനകാലത്ത് KM മാണിക്കെതിരെ 2006, 2011, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാലയിൽ നിന്ന് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. 2019 നടന്ന പാല ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ ജോസ് ടോമിനെ പരാജയപ്പെടുത്തി ആദ്യമായി പാലായിൽ നിന്ന് നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ സീറ്റിൽ നിന്നും വീണ്ടും മത്സരിക്കാൻ താൽപര്യപ്പെട്ട മാണി സി കാപ്പന് NCP സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പാർട്ടിയും മുന്നണിയും വിട്ട അദ്ദേഹം NCK എന്ന പാർട്ടി രൂപീകരിച്ച് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കുകയായിരുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് M നേതാവും KM മാണിയുടെ മകനുമായ ജോസ് കെ മാണിയെയാണ് ഇത്തവണ കാപ്പൻ പരാജയപ്പെടുത്തിയത്. ജോസ് കെ മാണിയെ പരാജയത്തിന്റെ രുചിയറിയിച്ച മാണി സി കാപ്പൻ വീണ്ടും ഇറങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് ആവേശം കത്തിക്കയറുകയാണ്.